ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു വീണ്ടും മടങ്ങി വരുന്നു. യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കും. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. യേശുക്രിസ്തു വിശേഷാൽ നമ്മളെ സഹായിക്കട്ടെ. ലോകത്തിൽ താൻ വീണ്ടും മടങ്ങി വരും. രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ട് യേശുക്രിസ്തു വീണ്ടും മടങ്ങി വരുവാൻ പോവുകയാണ്. യേശുക്രിസ്തു 2000 വർഷങ്ങൾക്കപ്പുറം പാപികളുടെ രക്ഷകനായി ലോകത്തിലേക്ക് അവതരിച്ചു. കാൽവരി ക്രൂശിൽ സമ്പൂർണ്ണ യാഗമായി തീർന്നു. മരിച്ചെങ്കിലും മരണത്തെ ജയിച്ചുകൊണ്ട് 3-ാം ദിവസം ഏവേരനായിട്ട് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. താമസമിന രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ട് യേശുക്രിസ്തു മടങ്ങി വരുവാൻ പോകുന്നു. ലോക സംഭവങ്ങൾ വീക്ഷിച്ചാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാർ പ്രവചിച്ചിരിക്കുന്ന പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ലോകത്തിലെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാതിയോടും രാജ്യത്തോടും എതിർത്തുകൊണ്ടിരിക്കുന്നു. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അവരുടെയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതേ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നുവെന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയും. പാപത്തിൽ നിന്ന് സമ്പൂർണമായിട്ടുള്ള വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് ഇപ്രകാരം പറയുകയാണ്, സകലവും നിവൃത്തിയായി. എന്താണ് സകലവും നിവൃത്തിയായത്? മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം കർത്താവായ യേശുക്രിസ്തു ചെയ്ത് കഴിഞ്ഞു എന്ന് നമ്മൾ കാണുവാൻ കഴിയും. ഇനിയും യാതൊന്നും അതിനോട് കൂടെ കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഇല്ല. യേശുക്രിസ്തു സമ്പൂർണമായ പാപത്തിന്റെ പരിഹാരകൻ. അതേ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യാതൊരു പണവും മുടക്കേണ്ടതായ ആവശ്യമില്ല. യാതൊരു സൽപ്രവൃത്തികളും ഇതിന്റെ പിന്നിൽ ആവശ്യമില്ല. ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരമായി കർത്താവായ യേശുക്രിസ്തു മരിച്ചു. കാൽവരി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരു പാപയാഗമായി തീർന്നു. അതെ, ഇനിയും ആ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ നിത്യമാക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം കർത്താവായ യേശുക്രിസ്തുവിനായിട്ട് കൊടുക്കുക. പാപിയാണ് എന്ന് സമ്മതിക്കുക. പാപം കർത്താവായ യേശുക്രിസ്തുവിനോട് ഏറ്റുപറയുക. അങ്ങനെ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയും. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. ഇതാണ് ക്രൂശിന്റെ സന്ദേശം, സ്നേഹത്തിൻ്റെതായ സന്ദേശം, സമാധാനത്തിന്. അതെ, ഞങ്ങൾ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. കർത്താവായ യേശുക്രിസ്തു എന്തിനു വേണ്ടി ക്രൂശിച്ചു? അതേ, ദൈവമായിരുന്നവൻ മനുഷ്യനായി ലോകത്തിൽ അവതരിച്ച് കാൽവരി ക്രൂശിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഒരു സമ്പൂർണ്ണ യാഗമായി തീർന്നത് എന്തിനു വേണ്ടിയാണ്? ഞാനും നിങ്ങളും പാപികളായതുകൊണ്ടാണ്. പാപത്തിന്റെ പരിഹാരം മറ്റ് യാതൊരു മാർഗവും കൊണ്ട് സാധ്യമായിരുന്നില്ല. അതുകൊണ്ടാണ് പാപത്തിന്റെ പരിഹാരകനായി ലോകത്തിൽ മനുഷ്യനായി കർത്താവായ യേശുക്രിസ്തു പിറന്നത്. അതേ, 2010 വർഷങ്ങൾക്കപ്പുറം ബേത്ലഹേമിൽ
യേശുക്രിസ്തു ജാതനായി, എനിക്കും നിങ്ങൾക്കും വേണ്ടി ജാതനായി. യേശുക്രിസ്തു സമ്പൂർണ്ണ യാഗമായി തീർന്നത്. യേശുക്രിസ്തു മരിച്ചുവെങ്കിലും മരണത്തെ അവന് അടക്കി എന്നാൽ ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അതേ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് സ്വർഗത്തിൽ അതേ പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്ത് ജീവിക്കുന്നു. താമസമിന യേശുക്രിസ്തു ലോകത്തിലേക്ക് മടങ്ങി വരുവാൻ പോകുകയാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു മരിച്ചത്. എന്റെ നിങ്ങളുടെയും പാപം വഹിച്ചുകൊണ്ടാണ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയും. ജീവിക്കും. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്ന യാതൊരു വ്യക്തിയും മരണം കാണുകയില്ല. അതേ, യേശുക്രിസ്തു പുനരുത്ഥാനമാണ്, ജീവനാണ്, മരണത്തിന് മേൽ അധികാരമുള്ളവനാണ് കർത്താവായ യേശുക്രിസ്തു. അവൻ മരിച്ചുവെങ്കിലും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റവനാണ്. ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു പറയുകയാണ്, ലാസറെ പുറത്തു വരിക. മനുഷ്യനാറ്റം വെച്ച് 4 ദിവസമായ ലാസർ അതാ പുറത്തു വരുന്നു. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? യേശുക്രിസ്തുവിന് മരണത്തിന് മേൽ അധികാരമുണ്ട്. അതേ, കർത്താവായ യേശുക്രിസ്തുവിന് സകലത്തിന്റെ മേലും അധികാരമുണ്ട്. മരണത്തിന് മേൽ അധികാരമുണ്ട്, പാപത്തിന് മേൽ അവൻ അധികാരമുണ്ട്, അതേ പ്രകൃതിയുടെ മേൽ അവൻ അധികാരമുണ്ട്, അതേ സകലത്തിന് മേലും അധികാരമുള്ളവനാണ് കർത്താവായ യേശുക്രിസ്തു. അവനാണ് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇതുവരെയും പാപത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? പാപത്തിൽ വിടുതൽ പ്രാപിക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവോ? അതേ, പാപത്തിന്റെ പരിഹാരകനായ, പാപികളുടെ രക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുക. അവന് വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുക്കുക. അതേ, അത് മാത്രമേ ഒരു രക്ഷാമാർഗമായി കാണുവാൻ സാധ്യമാകുകയുള്ളൂ. യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. സാക്ഷാൽ വഴിയായ, സാക്ഷാൽ സത്യമായ, സാക്ഷാൽ ജീവനായ അതേ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയും. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കുമാറാകട്ടെ. ആരാധ്യനേ സമാരാധ്യനേ ആരിലുമുന്നതനായവനേ, ആരാധിക്കും ഞാൻ നിന്നെ എന്നും ആയുസ്സിൻ നാളുകളെല്ലാം. ആരാധ്യനേ സമാരാധ്യനേ ആരിലുമുന്നതനായവനേ, ആരാധിക്കും ഞാൻ നിന്നെ എന്നും ആയുസ്സിൻ നാളുകളെല്ലാം. എന്റെ രോഗക്കീടക്കയതിൽ എന്റെ സൗഖ്യപ്രദായകനേ, എന്റെ രോഗസംഹാരകനേ, എന്റെ സർവവും നീ മാത്രമേ. എന്റെ രോഗക്കീടക്കയതിൽ എന്റെ സൗഖ്യപ്രദായകനേ, എന്റെ രോഗസംഹാരകനേ, എന്റെ സർവവും നീ മാത്രം.